ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെയും സംഭവിക്കാത്ത കാര്യമാണ്. അതായത് 9ാമത്തെ ആഴ്ച തന്നെ ഫാമിലി വീക്കിനെ കൊണ്ടുവരിക. സാധാരണ 70 ദിവസം കഴിഞ്ഞും 77 ദിവസം കഴിഞ്ഞും 80 ദിവസം കഴിഞ്ഞൊക്കെയാണ് ഫാമിലിയെ കൊണ്ടുവരുന്നത്. എന്നാൽ ഇവിടെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ 7ൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് 9ാമത്തെ ആഴ്ച അവിടെയുള്ള 13 പേരുടെയും ഫാമിലിയെ കൊണ്ടുവരികയാണ്. അതായത് അവരിപ്പോൾ കയറിക്കഴിഞ്ഞു, ലൈവിൽ ഇപ്പോൾ കയറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് നാളത്തെ എപ്പിസോഡിൽ, അതായത് നിങ്ങൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും അതിനെപ്പറ്റി. ബിന്നിയുടെ ഫാമിലിയൊക്കെയാണ് ആദ്യം കയറുന്നത്. കാര്യം ബിന്നിക്കൊരു പ്രത്യേക പവറുണ്ട്. ബിന്നിയുടെ ഫാമിലിയെ ഒരാഴ്ച ആ വീട്ടിൽ കൂടെ നിർത്താൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഫാമിലി വീക്ക് ഇത്ര പെട്ടെന്ന് ആരംഭിച്ചതിരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്ര നേരത്തെ എങ്ങനെയാണ് ഫാമിലി വീക്ക് ആരംഭിക്കുക, ലോകത്തിന് ഗതി അറിയാത്ത നേരത്തിന് എന്നൊക്കെ പറഞ്ഞ് പാടിയതിനു ശേഷം ഈ ഫാമിലി വീക്ക് വന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണ് പുറത്ത് ഫാൻസ്, ആർക്കാണ് സപ്പോർട്ട് എന്നുള്ള കാര്യം എങ്ങനെയായാലും പുറത്താവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന 13 ഫാമിലിയെ ഈ വരുന്ന 5 ദിവസത്തിനുള്ളിൽ എങ്ങനെ കയറ്റി വിടും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാര്യം 5 ദിവസം സമയം മാത്രമാണ് നമുക്കുള്ളത്. അതിനുള്ളിൽ ഈ പറയുന്ന 13 ഫാമിലീസിനെ കയറ്റി വിട്ട് അവരുമായി ചർച്ചകൾ ചെയ്ത് അവിടെ ഒരു ഫണ്ണായിട്ടുള്ള ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ പോവേണ്ട സംഗതിയാണിത്. അത് ഇത്രയും നേരത്തെ നടത്തേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇത് കുളമാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ആദിലയുടെയും നൂറയുടെയും ഫാമിലിയിൽ നിന്ന് ആര് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമുക്ക് ആകാംക്ഷ ഉണർത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഷാനവാസിൻ്റെ ഫാമിലിയെ കാണാനും അനീഷിൻ്റെ ഫാമിലിയെ കാണാനും അനുമോളുടെ ഫാമിലിയെ കാണാനും ഒക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൈബിൽ പോകുമെങ്കിലും ഇത്ര നേരത്തെ ഫാമിലി വീക്ക് കൊണ്ടുവച്ച ബിഗ് ബോസിൻ്റെ ആ ഒരു നടപടിയോട് വ്യക്തിപരമായിട്ട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഗെയിം തുടങ്ങിയതല്ലേ ഉള്ളൂ, പകുതി പിന്നിട്ടത് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ദിവസം നിന്നതിന് ശേഷം ഫാമിലിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രസകരമായ രീതിയിൽ ഗെയിം മുന്നോട്ട് പോയേനെ. ഇത് വളരെ നേരത്തെ ആയിപ്പോയി. എന്തായാലും ബിന്നിയുടെ ഫാമിലി ആയിരിക്കും ആദ്യം വരുന്നത്. അവർ ഒരാഴ്ചയോളം അവിടെ താമസിക്കും. ആദിലയുടെയും നൂറയുടെയും ഫാമിലി വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ മറ്റുള്ള ചില ഫാമിലികളും നാളെ തന്നെ എന്തായാലും വരും. കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ ഈ ചാനൽ വഴി ലഭിക്കുന്നതാണ്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.